ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് കുറച്ച് സ്പോക്കൺ ഇംഗ്ലീഷ് സെൻറ്റൻസുകളാണ് പഠിക്കാൻ പോണ പല ടെൻസുകളായിട്ട്. അപ്പോൾ ഫസ്റ്റ് പോയിൻ്റ് എന്താ? എനിക്കൊന്നും മനസ്സിലായില്ല. അപ്പോൾ ഇത് ഒരു സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. അപ്പോൾ നമ്മൾ ഒരാളോട് കാണുമോ, അപ്പോൾ നമ്മൾ പറയാം എനിക്കൊന്നും മനസ്സിലായില്ല. അപ്പോൾ ഇപ്പോഴത്തെ ഒരു കാര്യമാണിത്. അപ്പോൾ ഇതൊരു സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാമെന്ന് നോക്കാം. അപ്പോൾ എനിക്കെന്ന് വെച്ചാൽ എന്താ? മനസ്സിലായില്ല. മനസ്സിലായി എന്ന് പറയുമ്പോൾ എങ്ങനെ നമ്മൾ പറയണേ? അണ്ടർസ്റ്റാൻഡ്. അപ്പോൾ ഇവിടെ മനസ്സിലായില്ല എന്നാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാൻ നോക്കാം. എനിക്കൊന്നും മനസ്സിലായില്ല. അപ്പോൾ എനിക്കൊന്നും അങ്ങനെ പറയുമ്പോൾ എനിക്കൊന്നും എന്ന് പറയുന്നത് എങ്ങനെയാണ്? എനിത്തിങ്. എനിക്കൊന്നും മനസ്സിലായില്ല. അപ്പം എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാമെന്ന് നോക്കാം. ഐ എന്ന് വെച്ചാൽ എനിക്ക് എന്ന് ഉദ്ദേശിക്കുന്നതിനെയാണ് നമ്മൾ ഐ എന്ന് ഇവിടെ എഴുതിയത്. മനസ്സിലായില്ല. അപ്പം നമ്മൾ എന്താ യൂസ് ചെയ്യുന്നത്? I don't understand. I don't understand. എനിക്കൊന്നും മനസ്സിലായില്ലെന്നാണ് പറയണത്. അപ്പോൾ നമുക്കിവിടെ എനിത്തിങ് എഴുതാം. എനിക്കൊന്നും മനസ്സിലായില്ല. I don't understand anything. എനിക്കൊന്നും മനസ്സിലായില്ല. I don't understand anything. അപ്പോൾ നമുക്കറിയാലോ മനസ്സിലായി എന്ന് പറയുന്നത് നമ്മൾ അണ്ടർസ്റ്റാൻഡ് എന്നാണ് പറയണത്. അപ്പോൾ ഇവിടെ നമ്മൾ ഡു നോട്ട് ഇങ്ങനെ നമ്മൾ യൂസ് ചെയ്തു. ഡു നോട്ടിൻ്റെ ഷോർട്ട് ഫോം ആക്കിയിട്ടാണ് നമ്മൾ ഡോണ്ട് എന്ന് എഴുതിയത്. അപ്പം I don't understand anything. എനിക്കൊന്നും മനസ്സിലായില്ല. അപ്പം നിങ്ങൾക്കിത് മനസ്സിലായി കാണും ഈ ഒരു സെൻറ്റൻസ്. അപ്പോൾ ഇവിടെ ഞാൻ ഈ ഡു നോട്ടിനെ ഷോർട്ട് ഫോം ആക്കിയിട്ടാണ് ഡോണ്ട് എഴുതിയത് കേട്ടോ. ഡു നോട്ടിനെ ഞാൻ ഷോർട്ട് ഫോം ആക്കി, എന്നിട്ടാണ് ഡോണ്ട് എഴുതി ഷോർട്ട് ഫോം ആക്കിയിട്ട് എഴുതിയത്. അപ്പം I don't understand anything. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതൊരു സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് സെൻറ്റൻസ് ആണെന്ന്. അപ്പോൾ നമുക്ക് അതിൻ്റെ സ്ട്രക്ചർ വെച്ചിട്ട് നമുക്കിത് പഠിക്കാം. അപ്പം നമ്മളിവിടെ എഴുതിയ ഒരു സബ്ജക്റ്റ് സ്ട്രക്ചർ അനുസരിച്ചെന്ന് വെച്ചാൽ സബ്ജക്റ്റ് പ്ലസ് ഡു നോട്ട് പ്ലസ് വെർബിൻ്റെ ഫസ്റ്റ് ഫോം. ഇപ്പോൾ V1 വെർബ് 1 എന്ന് എഴുതി, അല്ലെങ്കിൽ ഞാൻ V1 എന്ന് എഴുതി. ഇപ്പോൾ സബ്ജക്റ്റ് പ്ലസ് ഡു നോട്ട് പ്ലസ് വെർബ് 1. അപ്പം നമ്മൾ ഇതിനേക്കാളും ഞാൻ ഇവിടെ എഴുതിയൊരു സ്ട്രക്ചറാണ് പറയുന്നത്. നമ്മൾ സാധാരണ ഒരു സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് സെൻറ്റൻസ് നമ്മൾ പഠിച്ചപ്പം ഞാൻ അത് എഴുതാം. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. നമ്മൾ നേരത്തെ ക്ലാസ്സിൽ പഠിച്ചാണ് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് സെൻറ്റൻസ് ആകുമ്പം നമ്മൾ എങ്ങനെയാണ് ഏതൊരു സ്ട്രക്ചർ യൂസ് ചെയ്തിട്ടാണ് എഴുതിയത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ക്ലിയർ ആവും. സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ് SOR ES യൂസ് ചെയ്തിട്ട് എഴുതാം, അല്ലെങ്കിൽ യൂസ് ചെയ്യാതെ എഴുതാം. അപ്പോൾ ഇവിടെ നമ്മൾ SOR ES യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഞാനിങ്ങനെ ക്രോസ് ചെയ്യാം. ഇത് നമ്മളിവിടെ യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മളിവിടെ യൂസ് ചെയ്ത സബ്ജക്റ്റ് പ്ലസ് വെർബ് മാത്രം യൂസ് ചെയ്തിട്ടാണ് എഴുതിയിരിക്കുന്നത്. പക്ഷേ സാധാരണ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് സെൻറ്റൻസിൽ സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ് SOR ES ആഡ് ചെയ്യാതെ എഴുതാം. കാര്യം സബ്ജക്റ്റ് അനുസരിച്ചിട്ടാണ്, നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. അപ്പോൾ ഇവിടുത്തെ സബ്ജക്റ്റ് എന്താ? അപ്പോൾ I ഒരു പ്ലൂറൽ സബ്ജക്റ്റാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിവിടെ SOR ES ആഡ് ചെയ്യാഞ്ഞത്. അപ്പം ഷീ ഹി ഇറ്റൊക്കെ ആണെങ്കിൽ നമുക്ക് SOR ES ആഡ് ചെയ്യാം. അപ്പോൾ I പ്ലൂറൽ സബ്ജക്റ്റ് ആയതുകൊണ്ട് നമ്മൾ SOR ES ആഡ് ചെയ്തില്ല. സബ്ജക്റ്റ് പ്ലസ് വെർബ് മാത്രമേ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളൂ. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഡു നോട്ട് യൂസ് ചെയ്തു. കാര്യം എനിക്കൊന്നും മനസ്സിലായില്ല, അങ്ങനെ ഒരു സെൻറ്റൻസ് ആയതുകൊണ്ട്. അപ്പോൾ ഇവിടെ ഇങ്ങനെ നമ്മൾ എഴുതിയിട്ട് സബ്ജക്റ്റ് എന്താ? I ആണ് സബ്ജക്റ്റ്. I ഒരു പ്ലൂറൽ സബ്ജക്റ്റാണ്. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ ഡു നോട്ട് നമ്മൾ ആഡ് ചെയ്തു. കാര്യം മനസ്സിലായില്ല എന്ന് ഉണ്ടായതുകൊണ്ട് ഡു നോട്ട് ആഡ് ചെയ്തു. പിന്നെ വെർബ് എന്ന് പറഞ്ഞാൽ അണ്ടർസ്റ്റാൻഡ് ആണ് വെർബ്. അപ്പോൾ വെർബിൻ്റെ കൂടാണ് നമ്മൾ SOR ES ആഡ് ചെയ്യാറുള്ളത്. പക്ഷേ ഇവിടുത്തെ സബ്ജക്റ്റ് പ്ലൂറൽ സബ്ജക്റ്റ് ആയതുകൊണ്ട് നമ്മൾ വെർബിൻ്റെ കൂടെ ഒന്നും ആഡ് ചെയ്തില്ല. നമ്മളിവിടെ ഈ ഒരു ഇത് മാത്രം യൂസ് ചെയ്തിട്ടാണ് എഴുതിയിരിക്കുന്നത്. സബ്ജക്റ്റ് പ്ലസ് വെർബ് ഇത് നമ്മൾ ആഡ് ചെയ്തിട്ട് ഇത് ഞാൻ എഴുതിയത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എങ്ങനെ? എനിക്കൊന്നും മനസ്സിലായില്ല. I don't understand anything. I don't understand anything. അപ്പം ഞാൻ എഴുതിയേക്കാം. ഐയുടെ മുകളിൽ സബ്ജക്റ്റിന് എഴുതിയേക്കാം. അണ്ടർസ്റ്റാൻഡ് ആണ് ഇവിടുത്തെ വെർബ്, അതും എഴുതിയിട്ടുണ്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്ക് നെക്സ്റ്റ് പോയിൻ്റ് പഠിക്കാം. അപ്പോൾ നെക്സ്റ്റ് പോയിൻ്റ്, അവന് പെട്ടെന്ന് എല്ലാം നഷ്ടപ്പെട്ടു. അപ്പോൾ നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാം? അപ്പോൾ ഈ ഒരു സെൻറ്റൻസ് നിങ്ങൾക്ക് കേട്ടപ്പോഴേ മനസ്സിലായി, നഷ്ടപ്പെട്ടു. അപ്പം അതിൻ്റെ അർത്ഥം എന്താ? ഇത് കഴിഞ്ഞു പോയ കാര്യമാണ്. അപ്പോൾ ഇതൊരു സിമ്പിൾ പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. അപ്പം നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാൻ നോക്കാം. അപ്പം അവനെന്ന് വെച്ചാൽ ഹി. പെട്ടെന്ന് സഡൻലി. എല്ലാം എന്ന് വെച്ചാൽ എന്താ? എവ്രിതിങ്. നഷ്ടപ്പെടുക എന്ന് വെച്ചാൽ
നഷ്ടപ്പെടുക എന്ന് വെച്ചാൽ ലോസ് ആണ്, നഷ്ടപ്പെട്ടു എന്നാണ് ഇവിടെ പറയുന്നത്. നഷ്ടപ്പെട്ടു ഇപ്പോൾ കഴിഞ്ഞു പോയ കാര്യമാണ്. അപ്പോൾ നമ്മൾ ലോസിനെ പാസ്റ്റ് ഫോം ആക്കിയിട്ട് എഴുതണം. ഒരു കഴിഞ്ഞു പോയ കാര്യം ആ ഒരു രീതിയിൽ നമുക്ക് എഴുതാം. അവന് പെട്ടെന്നെല്ലാം നഷ്ടപ്പെട്ടു. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷ് എഴുതാൻ നോക്കാം. ഹീ എന്ന് വെച്ചാൽ എന്താ? അവൻ. ഇവിടെ അവൻ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഹീ പെട്ടെന്ന് പറഞ്ഞാൽ സഡൻലി, പെട്ടെന്ന് സഡൻലി. ഹീ സഡൻലി നഷ്ടപ്പെടുക എന്ന് വെച്ചാൽ ലോസ് ആണ് നമ്മൾ പറയാം, ലോസ്. പക്ഷേ ഇവിടെ നമ്മൾ ലോസിൻ്റെ പാസ്റ്റ് ഫോമാണ് എഴുതുന്നത്. ലോസിൻ്റെ പാസ്റ്റ് ഫോം എന്താ? ലോസ്റ്റ്. ഹീ സഡൻലി ലോസ്റ്റ്. അപ്പോൾ ലോസിൻ്റെ പാസ്റ്റ് ഫോമാണ് ലോസ്റ്റ്. ഹീ സഡൻലി ലോസ്റ്റ്. അവന് പെട്ടെന്ന് എല്ലാം നഷ്ടപ്പെട്ടു. അപ്പോൾ എല്ലാം എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? എവ്രിതിങ്. ഹീ സഡൻലി ലോസ്റ്റ് എവ്രിതിങ്. അവന് പെട്ടെന്ന് എല്ലാം നഷ്ടപ്പെട്ടു. ഹീ സഡൻലി ലോസ്റ്റ് എവ്രിതിങ്. അപ്പം ഇത് ഒരു കഴിഞ്ഞു പോയ കാര്യമാണ്. അതുകൊണ്ടാണ് നമ്മളിവിടെ ലോസിനെ നമ്മൾ പാസ്റ്റ് ഫോമാക്കി ലോസ്റ്റ് എഴുതിയത്. അപ്പം നമ്മൾ എന്താ ഇവിടെ ഒരു ചേഞ്ച് വരുത്തിയത്? കഴിഞ്ഞു പോയ ഒരു കാര്യമാകുമ്പം നമുക്ക് എന്ത് ചേഞ്ചാണ് വരുത്തിയെന്ന് നോക്കാം. നമ്മളിവിടെ ലോസിനെ നമ്മൾ കൺവേർട്ട് ചെയ്ത് പാസ്റ്റ് ഫോമിലോട്ടാക്കി ലോസ്റ്റ്. അപ്പം ഹീ സഡൻലി ലോസ്റ്റ് എവറിത്തിങ്. അവനെല്ലാം നഷ്ടപ്പെട്ടു. അവന് പെട്ടെന്നെല്ലാം നഷ്ടപ്പെട്ടു. അപ്പോൾ ഇവിടുത്തെ സബ്ജക്റ്റ് എന്ന് പറഞ്ഞത് ഹീ ആണ്. ഇവിടുത്തെ സബ്ജക്റ്റ് ഹീ. ലോസ്റ്റ് ആണ് ഇവിടുത്തെ വെർബ്. ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എഴുതിയതാണ്. അപ്പം കാര്യം എന്താ? നമ്മൾ സബ്ജക്റ്റ് അനുസരിച്ചിട്ട് ചിലതിൽ നമ്മൾ മാറ്റം വരുത്തുള്ളൂ. വെർബിൽ നമ്മൾ മാറ്റം വരുത്തും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിവിടെ സബ്ജക്റ്റ് ഹീ എന്ന് പറയുന്നത് എപ്പോഴും ഓർക്കുക. ഹീ, ഷീ, ഇറ്റ് ഒക്കെ സിംഗുലാർ സബ്ജക്ട്സ് ആണ്. ഇപ്പം പ്ലൂറൽ സബ്ജക്ട്സ് നമുക്കറിയാം, നമ്മൾ പഠിച്ചായിരുന്നു. ദേ, വി, യു, ഇതൊക്കെ പ്ലൂറൽ സബ്ജക്ട്സ് ആണ്. അപ്പം ഇവിടെ നമ്മൾ ഒറ്റ ചേഞ്ചേ വരത്തുള്ളൂ. ഒരു കഴിഞ്ഞു പോയ കാര്യം. ഇതൊരു സിമ്പിൾ പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. അപ്പം നമ്മൾ ഒറ്റ ചേഞ്ച് വരുത്തി നമ്മൾ വെർബിനെ വെർബാണ് ലോസ്. ആ വെർബിനെ നമ്മൾ കൺവേർട്ട് ചെയ്ത് ലോസ്റ്റ് ആക്കി മാറ്റി, ഒരു പാസ്റ്റ് ഫോമിലോട്ടാക്കി മാറ്റി. ഇത്രയും നമ്മളിവിടെ ചെയ്തിട്ടുള്ളൂ. അപ്പം അവന് പെട്ടെന്നെല്ലാം നഷ്ടപ്പെട്ടു. ഹീ സഡൻലി ലോസ്റ്റ് എവ്രിതിങ്. അപ്പം നമുക്ക് നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. അവർ ഉറക്കെ സംസാരിക്കുന്നു. അപ്പോൾ നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാൻ നോക്കാം. ഇത് ഇപ്പോഴത്തെ ഒരു കാര്യം. ഇപ്പോൾ അവർ ഉറക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതൊരു പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് സെൻറ്റൻസ് ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാൻ നോക്കാം. അവർ എന്ന് വെച്ചാൽ ദേ. ഉറക്കെ എന്ന് പറഞ്ഞാൽ ലൗഡ്. സംസാരിക്കുക, ടോക്ക്. അപ്പോൾ എങ്ങനെ എഴുതാം? ദേ, അവർ ഉറക്കെ സംസാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇതൊരു പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് സെൻറ്റൻസിലാണ് നമ്മൾ എഴുതുന്നത്. സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ദേ വന്നു കഴിഞ്ഞിട്ട് ദേ ആർ. കാര്യം അവർ. ദേ വരുമ്പോൾ നമ്മൾ എപ്പോഴും അറിയാം, നമുക്ക് ദേ എന്നുള്ള സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു പ്ലൂറൽ സബ്ജക്റ്റാണ് ദേ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിവിടെ ആർ യൂസ് ചെയ്തത്. ദേ പ്ലൂറൽ സബ്ജക്റ്റ് ആയതുകൊണ്ട്. ഇപ്പോൾ ഹീയോ, ഷീയോ, ഇറ്റൊക്കെ ആണെങ്കിൽ നമുക്കിവിടെ ആർ യൂസ് ചെയ്യാൻ പറ്റില്ല ഒരിക്കലും. കാര്യം എന്താ? ദേ എന്ന് പറഞ്ഞാൽ കുറേ പേരുണ്ട്. അപ്പോൾ നമുക്കിവിടെ ആർ യൂസ് ചെയ്യാം. ഹീ, ഷീ, ഇറ്റൊക്കെ ആണെങ്കിൽ നമുക്കിവിടെ ഒരിക്കലും ആർ പറ്റത്തില്ല. ഒരാളുടെ പേരാണെങ്കിലൊന്നും പറ്റത്തില്ല. അത് കാര്യം അതൊക്കെ സിംഗുലാർ സബ്ജക്റ്റാണ്. അപ്പോൾ ഇതൊരു പ്ലൂറൽ സബ്ജക്റ്റാണ് ദേ. അപ്പോൾ ദേ ആർ. അപ്പോൾ നമ്മളിവിടെ ആർ യൂസ് ചെയ്തു. പിന്നെന്താ? സംസാരിക്കുക എന്ന് വെച്ചാൽ എന്താ? ടോക്ക്. ദേ ആർ ടോക്ക് എന്ന് എഴുതി ഞാൻ. അപ്പോൾ ടോക്കിൻ്റെ കൂടെ നമ്മൾ ING യൂസ് ചെയ്യണം. കാര്യം ഒരു പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് സെൻറ്റൻസ് ആകുമ്പം നമ്മൾ ING യൂസ് ചെയ്തിട്ടാണ് എഴുതുന്നത്. അപ്പോൾ നമ്മൾ ING യൂസ് ചെയ്തു, ടോക്കിംഗ് നായി. കാര്യം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തിൽ നമ്മൾ ING യൂസ് ചെയ്യണം വെർബിൻ്റെ കൂടെ. ഇപ്പം വെർബാണ് ഇവിടുത്തെ, ടോക്കാണ് ഇവിടുത്തെ വെർബ്. അത് ഓർത്ത് വെച്ചേക്കുക. ടോക്കാണ് വെർബ്. വെർബിൻ്റെ കൂടെ നമ്മൾ ING യൂസ് ചെയ്തിട്ടാണ് എഴുതുന്നത്. അപ്പോൾ ദേ ആർ ടോക്കിംഗ് ഉറക്കെ. ഇപ്പോൾ ഉറക്കെ എന്ന് പറയുമ്പോൾ എന്താ? ലൗഡ്ലി. ദേ ആർ ടോക്കിംഗ് ലൗഡ്ലി. അവർ ഉറക്കെ സംസാരിക്കുന്നു. അപ്പോൾ ഇവിടുത്തെ സബ്ജക്റ്റാണ് ദേ. ദേ ആണ് ഇവിടുത്തെ സബ്ജക്റ്റ്. വെർബ് എന്ന് പറയുമ്പം ടോക്കാണ് വെർബ്. അപ്പം ഓർത്തിരിക്കുക, നമ്മളൊരു പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് സെൻറ്റൻസ് എഴുതുമ്പോൾ ഇപ്പോൾ നടക്കുന്ന ഒരു സംഭവം, ഇപ്പോൾ നടക്കുന്ന ഒരു കാര്യമാണ് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് സെൻറ്റൻസ്. അങ്ങനെയുള്ള സെൻറ്റൻസ് എഴുതുമ്പോൾ നമ്മൾ ഓർക്കുക സബ്ജക്റ്റ് നമ്മൾ നോക്കുക. സബ്ജക്റ്റ് എന്താ? സബ്ജക്റ്റ് ഇവിടെ വന്നത് ദേ. ഇപ്പോൾ ഒരു പ്ലൂറൽ സബ്ജക്റ്റാണ്, കുറേ പേരുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ ആരെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്കിവിടെ ഈസോ ആമോ ഒന്നും യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ആർ നമ്മൾ യൂസ് ചെയ്തു. പിന്നെ നമ്മൾ വെർബിൻ്റെ കൂടെ ING യൂസ് ചെയ്ത് തരണം. വെർബാണ് ഇവിടെ ടോക്ക്. അപ്പോൾ ആ ഒരു സെൻറ്റൻസ് നമുക്ക് എഴുതാൻ പറ്റി.
അപ്പോൾ എങ്ങനെയാണ് അവർ ഉറക്കി സംസാരിക്കുന്നു? ദേ ആർ ടോക്കിംഗ് ലൗഡ്ലി. ദേ ആർ ടോക്കിംഗ് ലൗഡ്ലി. അപ്പോൾ ഇതൊരു പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് സെൻറ്റൻസ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു സെൻറ്റൻസ് കേൾക്കുമ്പോൾ നിങ്ങൾക്കിപ്പോൾ മനസ്സിലാവും ഇത് ഏതൊരു കഴിഞ്ഞു പോയ കാര്യമാണോ, ഇപ്പോഴത്തെ കാര്യമാണോ, അത് വരാൻ പോകുന്ന കാര്യമാണോ. അപ്പോൾ അതനുസരിച്ചിട്ട് നമുക്ക് എഴുതാം. നമുക്ക് അടുത്ത പോയിൻ്റ് പഠിക്കാം. നെക്സ്റ്റ് പോയിൻ്റ് എന്താ? അവൾ നേരത്തെ പോയായിരുന്നു. അപ്പോൾ എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാമെന്ന് നോക്കാം. അതിന് മുമ്പ് ഇതൊരു പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. കാര്യം എന്താ? ഞാൻ അവിടെ ചെന്നപ്പോഴേ അവൾ പോയായിരുന്നു നമ്മൾ പറയത്തില്ലേ. അപ്പോൾ അങ്ങനെയുള്ള സെൻറ്റൻസിനാണ് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് സെൻറ്റൻസ് പറയുന്നത്. ഞാൻ അവിടെ എത്തിയപ്പോൾ സിനിമ കഴിഞ്ഞായിരുന്നു. ഇങ്ങനെയുള്ള സെൻറ്റൻസ് ഓർത്തിരിക്കുക. ഇങ്ങനെയുള്ള സെൻറ്റൻസിനെ നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് സെൻറ്റൻസ് എന്ന് പറയുന്നു. അപ്പം ഇത് നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. ഇങ്ങനെയുള്ള സെൻറ്റൻസ് കാണുമ്പോൾ എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാൻ നോക്കാം. ഇവിടെ അവൾ എന്ന് വെച്ചാൽ എന്താ? ഷീ. നേരത്തെ ഏർലി. പോകുക ഗോ. അപ്പം ഇംഗ്ലീഷിൽ എങ്ങനെ എഴുതാം? ഷീ. നമ്മളെപ്പോഴും ഓർത്തിരിക്കുക ഹാഡ് യൂസ് ചെയ്യണം ഇങ്ങനെയുള്ള സെൻറ്റൻസിൽ. അവൾ നേരത്തെ പോയായിരുന്നു ഒരു പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് സെൻറ്റൻസിൽ ഹാഡ് നമ്മൾ യൂസ് ചെയ്യണം. സബ്ജക്റ്റിൻ്റെ കൂടെ ഹാഡ് യൂസ് ചെയ്യണം. പിന്നെ എന്താ? നമ്മൾ പോകുക. പോകുക എന്ന് വെച്ചാൽ എന്താ? ഗോ. അപ്പോൾ പോകുക നമ്മൾ ഗോയുടെ തേർഡ് ഫോമാണ് നമ്മളിവിടെ എഴുതുന്നത്. അപ്പോൾ ഗോയ്ക്ക് അറിയാമല്ലോ ഗോയുടെ ഫോംസ് ഏതൊക്കെയാണ്. ടോട്ടൽ 3 ഫോംസ് ഉണ്ട്. ഫസ്റ്റ് ഇവിടെ ഞാൻ എഴുതാം. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഗോ, വെൻറ്റ്, ഗോൺ. ഇതാണ് ഗോയുടെ ഫോംസ്. ഗോ, വെൻറ്റ്, ഗോൺ. അപ്പം നമ്മൾ തേർഡ് ഫോമാണ് എഴുതുന്നത്. ഗോ ഫസ്റ്റ് ഫോം, വെൻറ്റ് സെക്കൻഡ് ഫോം, ഗോൺ തേർഡ് ഫോം. അപ്പം നമ്മൾ തേർഡ് ഫോമാണ് ഗോയുടെ എഴുതുന്നത്. ഗോൺ. ഷീ ഹാഡ് ഗോൺ. അത് ഓർത്തിരിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള സെൻറ്റൻസ് ഒരു പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് സെൻറ്റൻസുകൾ കാണുമ്പോൾ നമ്മൾ ഹാഡ് യൂസ് ചെയ്യണം. സബ്ജക്റ്റിൻ്റെ കൂടെ ഹാഡ് യൂസ് ചെയ്യണം. പിന്നെ വെർബിനെ തേർഡ് ഫോം ഓഫ് ദ വെർബ് ആക്കണം. തേർഡ് ഫോം ഗോ, വെൻറ്റ്, ഗോൺ. അപ്പോൾ നമ്മൾ ഗോൺ ആക്കി എഴുതി. പിന്നെന്താ? നേരത്തെ. നേരത്തെ എന്ന് വെച്ചാൽ ഏർലി. അപ്പം നമ്മൾ എങ്ങനെ എഴുതിയത്? അവൾ നേരത്തെ പോയായിരുന്നു. ഷീ ഹാഡ് ഗോൺ ഏർലി. ഷീ ഹാഡ് ഗോൺ ഏർലി. അപ്പം നമ്മളിവിടെ എന്ത് ചേഞ്ച് വരുത്തിയത്? നമ്മൾ ഗോയുടെ തേർഡ് ഫോം ആക്കി. അപ്പം വെർബിൻ്റെ തേർഡ് ഫോം ഞാനിവിടെ എഴുതാം. വെർബിൻ്റെ തേർഡ് ഫോമാണ് ഇങ്ങനെയുള്ള സെൻറ്റൻസിൽ നമ്മൾ എഴുതേണ്ടത്. വെർബിൻ്റെ തേർഡ് ഫോം. അപ്പം ഷീ ആണ് ഇവിടുത്തെ സബ്ജക്റ്റ്. സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഷീ. പിന്നെ ഹാഡ് നമ്മൾ യൂസ് ചെയ്യണം. ഇങ്ങനെ ഓർത്തിരിക്കുക. ഇപ്പോൾ ഏതൊരു സെൻറ്റൻസ് കണ്ടാലും ഞാൻ അവിടെ ചെന്നപ്പോഴേ ഡാൻസ് കഴിഞ്ഞായിരുന്നു. ഇങ്ങനെ സെൻറ്റൻസ് കാണുമ്പോഴേ നമ്മൾ ഓർക്കുക ഹാഡ് യൂസ് ചെയ്യണം. ഹാഡ് യൂസ് ചെയ്യണം. പിന്നെന്താ നമ്മൾ യൂസ് ചെയ്യേണ്ടത്? പിന്നെ നമുക്ക് വെർബ്. പിന്നെ നമ്മൾ വെർബാണ് നോക്കേണ്ടത്. വെർബിന് ആ ഫോം ഏത് ഫോമിലോട്ട് മാറ്റണം? തേർഡ് ഫോമിലോട്ട് മാറ്റണം. അപ്പം ഇത് എപ്പോഴും ഇങ്ങനെയുള്ള സെൻറ്റൻസ് കണ്ടു കഴിഞ്ഞാൽ നമ്മളവിടെ ചെന്നപ്പോൾ ഒരു കാര്യം കഴിഞ്ഞായിരുന്നു എന്ന് ഉള്ള സെൻറ്റൻസ് കണ്ടാലേ ഓർക്കുക സബ്ജക്റ്റിൻ്റെ കൂടെ ഹാഡ് യൂസ് ചെയ്യുക. പിന്നെ അവിടുത്തെ വെർബിനെ തേർഡ് ഫോമിലോട്ടാക്കി മാറ്റുക. ഈ വെർബ് എന്ന് പറയുമ്പോൾ എന്താ? ഇപ്പോൾ ലോസ് ആണെങ്കിൽ നമുക്ക് ലോസ്റ്റ് എന്ന് എഴുതിയാൽ മതി. അപ്പോൾ അത് ജസ്റ്റ് വെർബ് എന്താ അതനുസരിച്ചിട്ട് നമ്മൾ പാസ്റ്റ് ഫോമിലോട്ടാക്കി എഴുതുക. ഇത്ര ഓർത്തിരിച്ചാൽ മതി. ഇങ്ങനെ സെൻറ്റൻസ് കാണുമ്പോഴേ നിങ്ങൾ ഓർത്തിരിക്കുക സബ്ജക്റ്റിൻ്റെ കൂടെ ഹാഡ് ആഡ് ചെയ്യുക. സബ്ജക്റ്റ് എന്തായാലും നമ്മൾ നോക്കണം എന്താണെന്ന്. അപ്പോൾ ആഡ് ചെയ്യുക. പിന്നെ വെർബിനെ ചേഞ്ച് വരുത്തുക. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു സെൻറ്റൻസ് എഴുതിയിരിക്കുന്നത്. അവൾ നേരത്തെ പോയായിരുന്നു. ഷീ ഹാഡ് ഗോൺ ഏർലി. അപ്പോൾ നെക്സ്റ്റ് പോയിൻ്റ് പഠിക്കാം. നെക്സ്റ്റ് പോയിൻ്റ് എന്താ? എനിക്ക് എൻ്റെ താക്കോൽ നഷ്ടപ്പെട്ടു. അപ്പോൾ നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാം? പിന്നെ ഒരു കാര്യം, ഇതൊരു പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. കാര്യം ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. പക്ഷേ അല്ല, പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. കാര്യം ഇവിടെ താക്കോൽ നഷ്ടപ്പെട്ടുകൊണ്ട് എനിക്ക് കതവ് തുറക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇപ്പോൾ എന്നെ അത് ബാധിക്കുന്നുണ്ട്. താക്കോൽ നഷ്ടപ്പെട്ടത് നേരത്തെയുള്ള കാര്യം. പക്ഷേ ഇത് കതവ് തുറക്കാൻ പറ്റാത്തത് ഇപ്പോൾ എന്നെ അത് ബാധിക്കുന്നുണ്ട്, എന്നെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതൊരു പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് സെൻറ്റൻസ് ആയത്. അല്ലെങ്കിൽ നമുക്കിതിനെ നഷ്ടപ്പെട്ടു. ഇപ്പം ഞാൻ ഒരാളുടെ കഥ പറയുവാണ്. നേരത്തെ ഒരു വർഷം മുമ്പുള്ളൊരു കഥ. ഞാൻ അവിടെ ചെന്നപ്പം താക്കോൽ നഷ്ടപ്പെട്ടായിരുന്നു. അപ്പോൾ അത് നമുക്ക് പറയാം പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണെന്ന്. പക്ഷേ ഇവിടെ നമ്മൾ ഇപ്പോഴും അഫക്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ കുഴപ്പമില്ല, അത് പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. പക്ഷേ ഇപ്പോഴും നമ്മളെ അത് ബാധിക്കുന്നുള്ള ഒരു സെൻറ്റൻസ് ആണെങ്കിൽ നമുക്ക് ഇതിനെ ഒരു പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് സെൻറ്റൻസ് പറയുകയും ചെയ്യാം. അതേ രീതിക്ക് നമുക്ക് എഴുതുകയും ചെയ്യാം, പറയുകയും ചെയ്യാം. അപ്പം എൻ്റെ താക്കോൽ നഷ്ടപ്പെട്ടു. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാൻ നോക്കാം. അപ്പോൾ എനിക്ക് അല്ലെങ്കിൽ ഞാൻ എന്നൊക്കെ പറയുന്നത് ഐ. താക്കോൽ എന്ന് വെച്ചാൽ എന്താ? കീ. നഷ്ടപ്പെടുക ലോസ്.
ഇവിടെ നഷ്ടപ്പെട്ടു എന്നാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. നമ്മളിവിടെ ഹാവ് യൂസ് ചെയ്തു. ഐ ഹാവ് നഷ്ടപ്പെടുക. അപ്പോൾ നഷ്ടപ്പെടുക എന്ന് വെച്ചാൽ ലോസിനെ പാസ്റ്റ് ഫോം ആക്കി എഴുതുക. പാസ്റ്റ് ഫോം ആക്കിയപ്പോൾ ലോസ്റ്റായി. ഐ ഹാവ് ലോസ്റ്റ് മൈ കീ. അപ്പം ഐ ഹാവ് ലോസ്റ്റ് മൈ കീ. അപ്പം ഇതൊരു പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് സെൻറ്റൻസ് ആയതുകൊണ്ടാണ് ഇവിടെ ഹാവ് യൂസ് ചെയ്തത്. അല്ലെങ്കിൽ നമുക്ക് ഐ ലോസ്റ്റ് മൈ കീ, എൻ്റെ കീ നഷ്ടപ്പെട്ടു എന്ന് അങ്ങനെ എഴുതിയാൽ മതിയല്ലോ. ഐ ലോസ്റ്റ് മൈ കീ, ഹാവ് എന്ന് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ ഹാവ് ഓർ ഹാസ് നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഒരു പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് സെൻറ്റൻസിലാണ് ഹാസ് ഓർ ഹാവ് യൂസ് ചെയ്യുന്നത്. കാര്യം ഇപ്പോഴും നമ്മളത് ബാധിക്കുന്നുണ്ട്. ഇങ്ങനെ ഈ ഒരു സെൻറ്റൻസിൽ നമ്മളെപ്പോഴും ആ കീ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് തുറക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരു സെൻറ്റൻസ് ആയതുകൊണ്ടാണ് ഇവിടെ ഹാവ് യൂസ് ചെയ്തത്. അല്ലെങ്കിൽ ഇപ്പോൾ കീ നഷ്ടപ്പെട്ടു എന്ന് പറയാൻ വേണ്ടി നമുക്ക് ഹാവ് ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഐ ലോസ്റ്റ് മൈ കീ എന്ന് എഴുതിയാൽ മതി. അപ്പോൾ ഇവിടെ ഹാവ് യൂസ് ചെയ്ത കാരണം ഇതാണ്, നമ്മളെ അതിപ്പോഴും ബാധിക്കുന്നുണ്ട്. ഇപ്പം ഇവിടുത്തെ ഐ ഹാവ് ലോസ്റ്റ് മൈ കീ. ഇപ്പം പിന്നെ വേറൊരു കാര്യം, ഒരു പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് സെൻറ്റൻസ് ആകുമ്പോൾ നമുക്ക് ഹാവോ ഹാസോ യൂസ് ചെയ്ത് എഴുതാം. ഇപ്പം ഇവിടെ ഞാൻ ഹാവ് യൂസ് ചെയ്യാൻ കാരണം ഇവിടെ ഐ എന്ന് പറയുന്നത് ഒരു പ്ലൂറൽ സബ്ജക്റ്റാണ്. അപ്പം നമുക്ക് എവിടെയൊക്കെ ഹാസ് യൂസ് ചെയ്യുന്നത് നമ്മൾ എവിടെയൊക്കെയാണെന്ന് അറിയാമല്ലോ. ഹീ, ഷീ, ഇറ്റ്, അവിടെയൊക്കെ നമ്മൾ ഹാസ് ആണ് യൂസ് ചെയ്യുന്നത്. ഐ, വി, യു, ദേ, അപ്പം അങ്ങനെയുള്ളിടത്ത് സബ്ജക്ട്സിൽ ഐ, യു, വി, ദേ പ്ലൂറൽ സബ്ജക്ട്സിൽ ഒക്കെ നമ്മൾ ഹാസ് ആണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇത് ഐ ഒരു സിംഗുലർ സബ്ജക്റ്റ് ആയതുകൊണ്ടാണ് ഇവിടെ ഹാവ് യൂസ് ചെയ്തത്. അപ്പം ഐ ഹാവ് ലോസ്റ്റ് മൈ കീ. പിന്നെ നമ്മൾ നോക്കുന്നത് വെർബ്. ഇവിടുത്തെ വെർബ് ലോസ് ആയിരുന്നു. ഇവിടുത്തെ വെർബ്, ആ ലോസിനെ നമ്മൾ തേർഡ് ഫോം ഓഫ് ദ വെർബാക്കി മാറ്റുവാണ്. ഈ ഒരു പ്രസൻറ്റ് പെർഫെക്റ്റിൽ തേർഡ് ഫോമാണ് നമ്മൾ വെർബിനെ മാറ്റുന്നത്. പക്ഷേ ഇവിടെ ലോസിന് സെക്കൻഡ് ഫോമും തേർഡ് ഫോമും സെയിം തന്നെയാണ്, ലോസ്റ്റ് ആണ്. അതുകൊണ്ടാണ് ലോസ്റ്റ് ചെയ്ത്. ഇപ്പോൾ ഒരു ഗോ ആയിരുന്നെങ്കിൽ ഗോയുടെ ഫസ്റ്റ് ഫോം ഗോ എന്ന് തന്നെ, സെക്കൻഡ് ഫോം വെൻറ്റ് ആണ്, തേർഡ് ഫോം ഗോൺ ആണ്. അപ്പോൾ അങ്ങനെയുള്ള വേർഡ്സിലാണ് അവിടെ നല്ല ചേഞ്ച് വരുന്നത്. ഇവിടെ ലോസിന് സെക്കൻഡും തേർഡും ലോസ്റ്റ് തന്നെയാണ്. അപ്പം നമ്മൾ ലോസിനെ നമ്മൾ കൺവേർട്ട് ചെയ്ത് ലോസ്റ്റ് ആക്കി മാറ്റി ഇവിടെ. അപ്പോൾ അത് ഓർത്ത് വെച്ചേക്കുക. വെർബിൻ്റെ തേർഡ് ഫോമാണ് ഇവിടെ വരുന്നത്. V3 എന്ന് എഴുതാം ഞാൻ. V3 എപ്പോഴും ഓർക്കുക. ഒരു പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് സെൻറ്റൻസ് ഒന്ന് കാണാതെ ഈ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് സെൻറ്റൻസ് എന്നൊക്കെ പറയുമ്പോൾ പാടാണ്. നമ്മൾ ഓർത്ത് വെക്കുക. ഇങ്ങനെയുള്ളൊരു സെൻറ്റൻസ് നമുക്ക് ഇപ്പോൾ ഒരു കാര്യം കഴിഞ്ഞു പോയ കാര്യം അത് ഇപ്പോഴും നമ്മളെ ബാധിക്കുന്നുണ്ടെങ്കിൽ ഒരു പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. അപ്പം നമ്മൾ സബ്ജക്റ്റ് നോക്കുക. സബ്ജക്റ്റ് എന്താ, ഐ ആണോ, വി ആണോ, ഹി ആണോ, ഷീ ആണോ എന്നൊക്കെ നോക്കുക. അപ്പോൾ സബ്ജക്റ്റ് അനുസരിച്ചിട്ട് ഇപ്പോൾ ഐ ആയതുകൊണ്ട് ഹാവ് യൂസ് ചെയ്തു. ഷീ ആയിരുന്നെങ്കിൽ ഇവിടെ എനിക്ക് ഹാസ് യൂസ് ചെയ്യാം. ഹി ആണെങ്കിൽ ഹാസ് യൂസ് ചെയ്യാം. അപ്പോൾ സബ്ജക്റ്റ് അനുസരിച്ച് ഹാവ് യൂസ് ചെയ്യണോ ഹാസ് യൂസ് ചെയ്യണോ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ എപ്പോഴും ഓർത്തിരിക്കുക, ഹാസും ഹാവും നമ്മളെപ്പോഴും പ്രസൻറ്റ് ഫോമിലാണ് യൂസ് ചെയ്യുന്നത്. മനസ്സിലായോ? ഇപ്പോൾ പ്രസൻറ്റ് ഫോമിൽ ഇപ്പോൾ ഇവിടെ ഹാവ് ആണ് ഞാൻ യൂസ് ചെയ്തത്. അപ്പോൾ ഹാസ് ഓർ ഹാവ് എപ്പോഴും പ്രസൻറ്റ് ഫോമിലാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പം ഇങ്ങനെ ഇവിടെ നമ്മൾ എഴുതിയത്, എനിക്കെൻ്റെ താക്കോൽ നഷ്ടപ്പെട്ടു, ഐ ഹാവ് ലോസ്റ്റ് മൈ കീ. ഇപ്പം ആദ്യം ഇവിടെ സബ്ജക്റ്റ് നോക്കുക. സബ്ജക്റ്റ് ഐ ആണ് സബ്ജക്റ്റ്. വെർബ് എന്ന് പറഞ്ഞാൽ ലോസ് ആണ് വെർബ്. അതിൻ്റെ തേർഡ് ഫോമാണ് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത്, ലോസ്റ്റ്. പിന്നെ ഐ ഹാവ് ലോസ്റ്റ് മൈ കീ. ഇപ്പോൾ ലോസിനെ നമ്മൾ കൺവേർട്ട് ചെയ്ത് ലോസ്റ്റ് ആക്കി. പിന്നെ ഹാസ് ഓർ ഹാവ് നമ്മൾ സബ്ജക്റ്റ് അനുസരിച്ചിട്ട് എഴുതാം. ഐയുടെ കൂടെ എന്താ നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ ഐയുടെ കൂടെ നമുക്ക് ഹാസ് ഒരിക്കലും യൂസ് ചെയ്യാൻ പറ്റില്ല. ഐ ഹാസ് നമ്മൾ പറയത്തില്ല, ഐ ഹാവ് എന്നേ പറയത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഹാവ് യൂസ് ചെയ്തു. അപ്പോൾ എനിക്കെൻ്റെ താക്കോൽ നഷ്ടപ്പെട്ടു, ഐ ഹാവ് ലോസ്റ്റ് മൈ കീ. ഐ ഹാവ് ലോസ്റ്റ് മൈ കീ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പോയിൻ്റ് പഠിക്കാം. അപ്പോൾ നെക്സ്റ്റ് പോയിൻ്റ്, ഞാൻ എൻ്റെ ഉച്ചഭക്ഷണം കഴിച്ചു. അപ്പോൾ എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാം. അപ്പോൾ ഇതൊരു പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. കാര്യം എന്താ, ഞാൻ ഇത് കേൾക്കുമ്പോഴറിയാം ഞാൻ എൻ്റെ ഉച്ചഭക്ഷണം കഴിച്ചു. അപ്പോൾ തൊട്ട് മുമ്പുള്ള കാര്യമാണ്, നമ്മൾ കഴിച്ച് കഴിഞ്ഞേ ഉള്ളൂ. അപ്പോൾ എനിക്ക് വിശപ്പില്ല. ഈ ഒരു സെൻറ്റൻസ് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എനിക്ക് വിശപ്പില്ല. അപ്പം അതുകൊണ്ട് ഇത് കഴിഞ്ഞു പോയ കാര്യമായിട്ട് നമുക്ക് എഴുതാൻ പറ്റില്ല. ഇപ്പം കഴിഞ്ഞു പോയ കാര്യമാണ്. അപ്പം നമുക്കിതിനെ ഒരു പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് സെൻറ്റൻസ് പറയാൻ പറ്റും. അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. ഞാൻ എൻ്റെ ഉച്ചഭക്ഷണം കഴിച്ചു. ഞാൻ ഉച്ചഭക്ഷണത്തിന് നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയുന്നത്, ലഞ്ച്. ഇപ്പം രാത്രിയിലെ ഫുഡാണെങ്കിൽ നമുക്ക് രാത്രി കഴിക്കുന്ന ഫുഡിനെ നമുക്ക് ഡിന്നർ എന്ന് പറയാം. കഴിക്കുക എന്ന് വെച്ചാൽ എന്താ, ഈറ്റ്. ഞാൻ എൻ്റെ ഉച്ചഭക്ഷണം കഴിച്ചു. നമുക്ക് എങ്ങനെ എഴുതാം, ഗ്രീൻ വെച്ചിട്ട് എഴുതാം. ഐ ഹാവ് യൂസ് ചെയ്യും നമ്മൾ. ഐ ഹാവ്
അപ്പം നമ്മൾ കഴിക്കുക എന്ന് വെച്ചാൽ എന്താ ഈറ്റ്. അപ്പം ഈറ്റിനെ നമ്മൾ പാസ്റ്റ് ഫോമിലോട്ടാണ് എഴുതുന്നത്. അപ്പം ഈറ്റിനെ നമുക്കറിയാം ഈറ്റിന് ടോട്ടൽ 3 ഫോംസ് ഉണ്ട്. എന്തൊക്കെയാണ് നമുക്ക് ഇവിടെ എഴുതാം. അപ്പം കഴിക്കുക എന്ന് വെച്ചാൽ ഈറ്റാണ്. അപ്പോൾ ഈറ്റിൻ്റെ 3 ഫോംസ് ഞാനിവിടെ എഴുതാം. ഈറ്റ്, ഏറ്റ്, ഈറ്റൻ. അപ്പം ഈറ്റ്, ഏറ്റ്, ഈറ്റൻ എന്നാണ് 3 ഫോംസ്. അപ്പോൾ ഇവിടെ ഞാൻ എന്താ എഴുതാൻ പോകുന്നത്, 3rd ഫോമാണ് നമുക്ക് എഴുതാം. നമ്മൾ തൊട്ട് മുമ്പും പഠിച്ചായിരുന്നു. നമ്മളൊരു ഇങ്ങനെയുള്ളൊരു സെൻറ്റൻസ് കാണും, ഒരു പ്രസൻറ്റ് പെർഫെക്റ്റ് സെൻറ്റൻസ് ആണെങ്കിൽ വെർബിൻ്റെ 3rd ഫോമാണ് എഴുതേണ്ടത് കേട്ടോ. അങ്ങനെ ഓർത്തിച്ചിരുന്നാൽ മതി. അപ്പം ഇവിടെ ഈറ്റിനെ നമ്മളപ്പോൾ എന്താ എഴുതേണ്ടത്, ഈറ്റിൻ്റെ 3rd ഫോം എന്താ, ഈറ്റൻ. ഐ ഹാവ് ഈറ്റൻ. അപ്പം ഈറ്റൻ ആണ് ഇവിടെ എഴുതുന്നത്. ഐ ഹാവ് ഈറ്റൻ. എന്താ കഴിച്ചത് നമ്മൾ, മൈ ഉച്ചഭക്ഷണം, ലഞ്ച്. LUNCH, ലഞ്ച്. ഐ ഹാവ് ഈറ്റൻ മൈ ലഞ്ച്. ഞാൻ എൻ്റെ ഉച്ചഭക്ഷണം കഴിച്ചു. അപ്പം ഇവിടെ നമ്മൾ ഈറ്റിൻ്റെ 3rd ഫോമാണ് എഴുതിയിരിക്കുന്നത്, ഈറ്റൻ. അപ്പം ഈ ഈറ്റൻ എന്നുള്ളത് വെർബിൻ്റെ 3rd ഫോമാണ്. അപ്പോൾ ഇവിടുത്തെ സബ്ജക്റ്റ് എന്താ, ഐ ആണ് ഇവിടുത്തെ സബ്ജക്റ്റ്. അപ്പം നമ്മളിതൊരു ഹാവ് യൂസ് ചെയ്ത് എന്താ കാര്യം, ഈ ഒരു സെൻറ്റൻസ് കേൾക്കുമ്പോഴേക്കും ഇപ്പോൾ കഴിഞ്ഞൊരു കാര്യമാണ്, ഇപ്പോഴും നമ്മൾ ബാധിക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ഫുഡ് കഴിച്ചുകൊണ്ട് നമ്മൾ നിറഞ്ഞിരിക്കുക, കഴിക്കാൻ തോന്നുന്നില്ലല്ലോ. അപ്പം ഇത് കേൾക്കുമ്പോഴേ അറിയാം ഇപ്പോൾ കഴിഞ്ഞൊരു കാര്യമാണെന്ന്. അപ്പോൾ അങ്ങനെയുള്ള സെൻറ്റൻസിൻ്റെ കൂടെ നമുക്ക് ഹാസോ ഹാവ് യൂസ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഹാവ് യൂസ് ചെയ്യാൻ കാരണം എന്താണെന്നറിയാമല്ലോ, ഐ ഒരു സിംഗുലർ സബ്ജക്റ്റ് ആയതുകൊണ്ടാണ് ഹാവ് യൂസ് ചെയ്തത്. ഇപ്പം ഷീ, ഹീ ഒക്കെ ആണെങ്കിൽ നമുക്ക് ഹാസ് യൂസ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് സബ്ജക്റ്റ് നോക്കുക. സബ്ജക്റ്റ് നോക്കിയിട്ട് നമുക്ക് തീരുമാനിക്കാം ഹാസ് യൂസ് ചെയ്യണോ ഹാവ് യൂസ് ചെയ്യണമെന്ന്. പിന്നെ നമ്മൾ ഈറ്റിൻ്റെ അല്ലെങ്കിൽ ഈറ്റല്ല ഗോ ആണെങ്കിലും ഗോയാണോ ഈറ്റാണോ എന്തായാലും അതിൻ്റെ 3rd ഫോം, വെർബിൻ്റെ 3rd ഫോം നമ്മൾ ഇവിടെ യൂസ് ചെയ്യുക. അപ്പോൾ ഈറ്റനായി, ഈറ്റിനെ ഈറ്റനാക്കി മാറ്റി. അപ്പം ഐ ഹാവ് ഈറ്റൻ മൈ ലഞ്ച്. അപ്പം ഞാനിവിടെ എഴുതാം, നമ്മളിവിടെ ഈറ്റിനെ കൺവേർട്ട് ചെയ്ത് ഈറ്റൻ ആക്കി 3rd ഫോം ഓഫ് ദ വെർബിലോട്ട് നമ്മൾ ആക്കി, ഈറ്റൻ. അപ്പം ഞാൻ എൻ്റെ ഉച്ചഭക്ഷണം കഴിച്ചു. ഐ ഹാവ് ഈറ്റൻ മൈ ലഞ്ച്. ഐ ഹാവ് ഈറ്റൻ മൈ ലഞ്ച്. പിന്നെ ഒരു കാര്യം, നമ്മളെപ്പോഴും ഹാസും ഹാവ് യൂസ് ചെയ്യുന്നത് പ്രസൻറ്റ് ഫോമിലാണ്. അപ്പോൾ ഇവിടെ ഓൾറെഡി കഴിച്ചു കഴിഞ്ഞ കാര്യമാണ്, പക്ഷേ അത് നമുക്ക് ഫുഡ് ഇപ്പോഴും നിറഞ്ഞിരിക്കുക, കഴിക്കാൻ തോന്നില്ല, ഇപ്പോഴും നമ്മളത് ബാധിക്കുന്നുണ്ട്. അപ്പം ഇതൊരു പ്രസൻറ്റ് പെർഫെക്റ്റ് സെൻറ്റൻസ് ആണ്. അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഹാസ് ഓർ ഹാവ് നമ്മൾ യൂസ് ചെയ്ത് എഴുതുമ്പോൾ അതെപ്പോഴും പ്രസൻറ്റ് ഫോമിൽ യൂസ് ചെയ്യത്തുള്ളൂ കേട്ടോ. അപ്പോൾ അത് ഓർത്ത് വെച്ചേക്കുക. അല്ലാതെ ഹാഡ് പാസ്റ്റ് ഫോമിലാണ് യൂസ് ചെയ്യുന്നത്. ഹാസും ഹാവും പ്രസൻറ്റ് ഫോമിൽ ഓർത്ത് വെച്ചേക്കുക, അത് മറക്കരുത്. അപ്പം നെക്സ്റ്റ് പോയിൻറ്റ്, അവൻ വീട്ടിലേക്ക് പോയി. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാം. അപ്പോൾ അതിന് മുമ്പ് ഞാൻ പറയാം, ഇതൊരു പ്രസൻറ്റ് പെർഫെക്റ്റ് സെൻറ്റൻസ് ആണ്. കാര്യം ഇത് ചിലർക്ക് കേൾക്കുമ്പോൾ തോന്നും അവൻ വീട്ടിലേക്ക് പോയി എന്നുള്ളത് കഴിഞ്ഞു പോയ കാര്യമല്ലേ, അപ്പോൾ നമുക്ക് അങ്ങനെ എഴുതാമെന്ന്. പക്ഷേ അല്ല. കാര്യം എന്താ, ഇപ്പോൾ നമ്മളോട് ഒരാൾ വന്ന് ചോദിക്കും അയ്യോ അവനിവിടെ ഇല്ലേ, ഇപ്പോൾ നമ്മൾ പറയാം അവൻ വീട്ടിലേക്ക് പോയി. ഇപ്പോൾ കഴിഞ്ഞു പോയ കാര്യമാണ്. ഇപ്പോൾ കഴിഞ്ഞു പോയ കാര്യങ്ങളെ നമുക്ക് പ്രസൻറ്റ് പെർഫെക്റ്റ് സെൻറ്റൻസ് പറയാം. കാര്യം ഇതൊരു കഴിഞ്ഞു പോയ പഴയ ഒരു കാര്യമല്ല, ജസ്റ്റ് ഇപ്പോൾ കഴിഞ്ഞേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള സെൻറ്റൻസിനെ നമുക്ക് പ്രസൻറ്റ് പെർഫെക്റ്റ് രീതിയിൽ നമുക്ക് എഴുതാം. അപ്പോൾ എങ്ങനെ എഴുതാമെന്ന് നോക്കാം ഇംഗ്ലീഷിൽ. അവൻ, ഹി. വീടിനെ നമുക്ക് ഹൗസ് എന്ന് പറയാം, ഹോം എന്ന് പറയാം. പോവുക, ഗോ. അപ്പം എങ്ങനെ എഴുതാം, ഹീ. ഇവിടെ സബ്ജക്റ്റ് ഹീ ആണ് ഇവിടുത്തെ സബ്ജക്റ്റ്. അപ്പോൾ ഹീ വന്നപ്പോൾ ഹീ എന്ന് പറയുന്നത് എന്താ, ഒരു സിംഗുലാർ സബ്ജക്റ്റ് ആണ്. അപ്പം നമുക്ക് എന്ത് യൂസ് ചെയ്യാം, ഹീയുടെ കൂടെ നമുക്കപ്പം ഹാസ് യൂസ് ചെയ്യാം. ഹീ, ഷീ, ഇറ്റ്. ഇപ്പോൾ ഒരാളുടെ പേരൊക്കെ ആണെങ്കിൽ നമുക്ക് ഹാസ് യൂസ് ചെയ്ത് എഴുതാം. ഇപ്പോൾ ഹീയുടെ പകരം ഇപ്പോൾ യു, വി, ദേ ഒക്കെ പ്ലൂറൽ സബ്ജക്ട്സ് ആണ്, അത് ഓർത്ത് വെക്കുക. ഹീ എന്ന് പറയുന്നത് ഒരു സിംഗുലാർ സബ്ജക്റ്റ് ആയതുകൊണ്ടാണ് ഇവിടെ ഹാസ് യൂസ് ചെയ്തത്. ഇപ്പം യു, വി, ദേ ഒക്കെ ആണെങ്കിൽ ഞാൻ ഇവിടെ ഹാസ് യൂസ് ചെയ്യുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഓർക്കുക. അപ്പോൾ ഹീ ഹാസ്. പിന്നെ എന്താ നമ്മൾ എഴുതുക, പോകുക. പോകുക എന്ന് വെച്ചാൽ എന്താ, പോകുക, ഗോ. ഗോയാണ് പോവുക. അപ്പോൾ ഇവിടെ എപ്പോഴും ഓർക്കുക, പ്രസൻറ്റ് പെർഫെക്റ്റ് സെൻറ്റൻസിൽ നമ്മൾ നേരത്തെയും പഠിച്ചിട്ടുണ്ട്, എപ്പോഴും വെർബ്. ഇവിടെ വെർബാണ്, പോവുകയാണ് ഇവിടുത്തെ വെർബ്. അപ്പോൾ വെർബിൻ്റെ 3rd ഫോമാണ് നമ്മളിവിടെ എഴുതേണ്ടത്. അപ്പോൾ ഗോയുടെ 3rd ഫോമാണ് എഴുതേണ്ടത്. ഗോയാണ് വെർബ്, വെർബിൻ്റെ 3rd ഫോം. അപ്പോൾ ഗോയ്ക്ക് ടോട്ടൽ ഫോംസ് നിങ്ങൾക്ക് അറിയാലോ, 3 ഫോംസ് ഉണ്ട്. എന്തൊക്കെയാണ്, ഗോ, വെൻറ്റ്, ഗോൺ. അപ്പോൾ അത് ഞാൻ ഇവിടെ എഴുതാം, ഗോ, വെൻറ്റ്. നമ്മൾ ഓൾറെഡി ഇത് ഇങ്ങനൊരു സെൻറ്റൻസ് നമ്മൾ നേരത്തെ പഠിച്ചതാണ്, ഗോ, വെൻറ്റ്, ഗോൺ. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ എഴുതിയത്, ഇവിടെ നമ്മൾ എഴുതിയില്ല, എഴുതാൻ പോണേ ഉള്ളൂ. ഗോയാണ്, പോകാമെന്ന് വെച്ചാൽ ഗോ.
അപ്പോൾ ഗോയുടെ തേർഡ് ഫോം എന്ന് പറഞ്ഞാൽ എന്താ? ഗോൺ. അപ്പോൾ ഗോൺ ആണ് നമുക്കിവിടെ എഴുതേണ്ടത്. ഹി ഹാസ് ഗോൺ എഴുതി. എങ്ങോട്ടാണ് പോയത്? വീട്ടിലോട്ട്. ഹി ഹാസ് ഗോൺ ഹോം. അവൻ വീട്ടിലേക്ക് പോയി. ഹി ഹാസ് ഗോൺ ഹോം. അപ്പം നമ്മൾ ഗോയുടെ വെർബാണ് ഗോ. ആ വെർബിൻ്റെ തേർഡ് ഫോമാണ് നമ്മൾ എഴുതിയത് V3. ഞാൻ എഴുതാം V3, വെർബിൻ്റെ തേർഡ് ഫോം. പിന്നെ സബ്ജക്റ്റാണ് ഹി ആണ് ഇവിടുത്തെ സബ്ജക്റ്റ് ഹി ആയതുകൊണ്ടാണ് ഇവിടെ ഹാസ് വന്നത്. ഇപ്പം വേറെ ഞാൻ ഓൾറെഡി അത് പറഞ്ഞ കാര്യമാണ്. എന്താ? യു വി അതൊക്കെ പ്ലൂറൽ സബ്ജക്ട്സ് വരുവാണെങ്കിൽ നമുക്ക് ഹാവ് യൂസ് ചെയ്യാമെന്ന്. അപ്പോൾ എപ്പോഴും സബ്ജക്റ്റ് നോക്കുക. സിംഗുലാർ സബ്ജക്റ്റ് ആണോ പ്ലൂറൽ സബ്ജക്റ്റ് ആണോ എന്ന് നമ്മൾ നോക്കുക. അതനുസരിച്ച് നമുക്ക് ഹാസ് യൂസ് ചെയ്യണോ ഹാവ് യൂസ് ചെയ്യണോ എന്ന് നമ്മൾ മനസ്സിലാക്കുക ഒരു പ്രസൻറ്റ് പെർഫെക്റ്റ് സെൻറ്റൻസിൽ. ഇപ്പോൾ ഇങ്ങനെയുള്ള സെൻറ്റൻസ് കാണുമ്പം പിന്നെ നമുക്ക് വെർബിൻ്റെ തേർഡ് ഫോം എഴുതാം. അപ്പം ഗോയുടെ തേർഡ് ഫോമാണ് ഗോൺ എഴുതിയത്. ഇപ്പോൾ അല്ലാത്ത സെൻറ്റൻസ് അല്ലാത്തൊരു വെർബ്, സാധാരണ ഒരു വെർബാണെങ്കിൽ ലോസ് ആണെങ്കിൽ നമുക്ക് ജസ്റ്റ് കൺവേർട്ട് ചെയ്ത് പാസ്റ്റ് ഫോമിലോട്ടാക്കി മതി. ലോസ്റ്റ് കാര്യം ലോസിന് സെക്കൻഡ് ഫോമും തേർഡ് ഫോമും എല്ലാം ലോസ്റ്റ് തന്നെയാണ്. അപ്പോൾ അവിടെ ആ ചേഞ്ച് വരേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പം നമ്മളെങ്ങനെയാണ് ഇത് എഴുതിയത്? അവൻ വീട്ടിലേക്ക് പോയി. ഹി ഹാസ് ഗോൺ ഹോം. അപ്പോൾ ഇതാണ് നമ്മുടെ ലാസ്റ്റ് പോയിൻ്റ് ഇന്നത്തെ ക്ലാസ്സിൽ. നമുക്ക് അടുത്ത ക്ലാസ്സിൽ പിന്നെയും കാണാം. നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. Okay, bye friends.